നാളെ ആഖിറ ലോകത്ത് മഹ്ശറാവൻ സഭയിൽ ചെല്ലുമ്പോൾ 4 കാര്യങ്ങളെക്കുറിച്ച് പടച്ച റബ്ബ് ചോദിക്കുകയും ആ ചോദ്യത്തിന് കൃത്യമായ വ്യക്തമായ മറുപടി പറഞ്ഞിട്ടല്ലാതെ വെച്ച കാലൊന്ന് പറിച്ചു കുത്താൻ പടച്ച റബ്ബ് അനുവാദം തരികയുമില്ല എന്നതിൽ യാതൊരു സംശയവുമില്ല. ഹബീബായ തങ്ങൾ പറഞ്ഞതാണ്. അതിൽ പറയുന്നുണ്ട്, അൻ ഉംരിഹി ഫീമ അഫ്ന, ഒരു മനുഷ്യൻ അള്ളാഹു നൽകിയ ആയുസ് അതെന്തിനു വേണ്ടിയിട്ടാണ്, എന്തിൽ കൊണ്ടുപോയിട്ടാണ് നശിപ്പിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് പടച്ച റബ്ബ് നമ്മളോട് ചോദ്യം ചെയ്യുമെന്നാണ്. അതിന് വ്യക്തമായ മറുപടിയും നമ്മൾ കൊടുത്തേ മതിയാവുകയുള്ളൂ. ആ അവസ്ഥയിലാണ് നാളെ ആഖിറ ലോകത്ത് മഹ്ശറാവൻ സഭയിൽ നമ്മൾ ചോദ്യത്തെ നേരിടേണ്ടത്. ഇതെല്ലാം നമുക്ക് പകൽ വെളിച്ചം പോലെ അറിയാമെങ്കിലും ഇതൊന്നും ചിന്തിക്കാതെയുള്ളൊരു മുന്നോട്ട് പോക്കാണ് നമ്മൾ ഓരോരുത്തരും പോയിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് വർത്തമാനകാലത്തെ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമുക്കൊക്കെ നല്ല ബോധവും നല്ല ഈമാനും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു കവിത കാണാം അറബിയിൽ. വകമ്മിൻ ഫതയുംസി വയുസ്ബിഹു ലാഹിക വഖദ് നൂസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. എന്താ കവി പറയുന്നത്? എത്രയോ ആളുകൾ, വകമ്മിൻ ഫതൻ, എത്ര യുവാക്കളാണ്, എത്ര യുവതികളാണ്, യുംസി വയുസ്ബിഹു ലാഹിക, അവർ നേരം വെളുപ്പിക്കുന്നു, വൈകുന്നേരമാക്കുന്നു, അവർ രാവിലെ ഉണരുന്നു, രാത്രിയാകുന്നു, വീണ്ടും ഉറങ്ങുന്നു, ഉണരുന്നു, അങ്ങനെ രാവും പകലും ഇങ്ങനെ മാറി മറിയുന്നതിൻ്റെ കൂടെ അവരുടെ ജീവിതം അവരങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അവർ ഹറാമുകൾ ചെയ്യാനുള്ള അവസരം കിട്ടിയാൽ ഹറാമ് ചെയ്യുന്നുണ്ട്. അതല്ല, പടച്ച റബ്ബിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ വരുമ്പോൾ അതും അവർ ചെയ്തു കൂട്ടുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ അവരുടെ ജീവിതം അവർ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു കാര്യം അവർ ചിന്തിക്കുന്നില്ല. വഖദ് നൂസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ നടക്കുകയാണ്. നമ്മൾ വാഹനം ഓടിക്കുന്നവരുണ്ട്, നമ്മൾ കടലിൽ പോയി അന്നം തേടുന്നവരുണ്ട്, വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരുണ്ട്, നാട്ടിൽ കൂലി വേല ചെയ്യുന്നവരുണ്ട്. ഏതെല്ലാം മേഖലകളിൽ നമ്മൾ ജോലി ചെയ്യുന്നവരും ജീവിക്കുന്നവരുമാണെങ്കിലും വഖദ് നൂസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. ഈ സംസാരിക്കുന്ന എനിക്കും എന്നെ കേൾക്കുന്ന നിങ്ങളെയും കഫൻ ചെയ്യാനുള്ള കഫൻ തുണി നെയ്ത് തയ്യാറാക്കിയിട്ട് അലമാറയുടെ ഉള്ളിൽ